നമ്മളുടെ ഫ്രഷേഴ്സ് പരിപാടി. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അവിടെ നമുക്ക് ബസ് കയറി നേരെ ഫ്രഷേഴ്സിൻ്റെ സ്പോട്ടിൽ പോകാം. ഇതാണ് ഡാൻസ് പാർട്ട്ണർ. നമ്മളുടെ ഡാൻസൊക്കെ ഉണ്ട് കണ്ടേ, ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ബാക്കി വിശേഷം ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറയുകയായിരുന്നു. ഞാനിവിടെ വരാൻ നേരത്ത് നല്ലോണം സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്ന മുടിയാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് കണ്ടില്ലേ നിങ്ങൾ, തല നിറച്ച് എനിക്കിപ്പം മുടിയാണ്. അണ്ടർസ്റ്റാൻഡ്. നമ്മളങ്ങനെ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ബസ് ഓൾറെഡി ഒരെണ്ണം പോയി. ഇനി നമ്മളടുത്ത് ഇവിടെ നിന്ന് 116 കയറിയിട്ട് ബെറൂണിൽ പോയി ഇറങ്ങണം. അവിടെ നിന്ന് ഒരു മെട്രോ കയറിയിട്ട് വേറെ എവിടെ ചെന്നിറങ്ങണം. അവിടെ നിന്ന് അടുത്ത മെട്രോ കയറിയിട്ട് പോയി വേറെ എവിടെ ഇറങ്ങണം. നമ്മൾ സ്ഥലം അറിയില്ല. ഒരു 500 മീറ്റർ നമ്മൾ നടക്കണം, എന്നാലും നമ്മളുടെ സ്പോട്ട് എത്തത്തുള്ളൂ. നമുക്ക് പോകേണ്ട ബസ്സൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെങ്ങനെ പോകാൻ പോകുന്നത് കഴിച്ച് എടി അവിടെ നിങ്ങളിത് കാണുന്നു. കൈയൊക്കെ വീർത്ത കാടിന്റെ കാര്യം പറയേ വേണ്ട. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൈ വീർക്കുന്ന അസുഖമുണ്ട്. കൈ മാത്രമല്ല, എല്ലാം മുഖം വരെ കിടന്ന് വീർക്കുവാണ് കണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറൊരു റൂട്ട് പിടിച്ച് 28 കയറിയിട്ട് നമ്മളിപ്പോൾ അമർത്തിമൂർ സ്ട്രീറ്റ് വന്നിറങ്ങി. ഇനി അവിടുന്ന് ഒരു 280 മീറ്റർ എന്തോ നടന്നാൽ നമ്മൾ നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ എത്തും. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ഓഡിറ്റോറിയം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ പോയി തപ്പിയെടുക്കാം. ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു, പോയി നോക്കാം. അല്ലേ, ഇത് തന്നെയാണെന്ന് ഉറപ്പാണോ? അപ്പോൾ ഇത് തന്നെയാണെന്ന് ഉറപ്പാണ്. അതെ ഗൈസ്, നമുക്ക് സ്പോട്ടൊന്നും മാറിയിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ സ്പോട്ട്. നമ്മളിപ്പോൾ നേരെ രജിസ്ട്രേഷന് പോവാം. നമ്മളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പം അതിന് പോവാം നമുക്കിനി. ഞങ്ങളവിടെ എത്തിയപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകാർ എപ്പോഴും എവിടെ ആദ്യം എത്തുന്ന കൂട്ടത്തിലാണ്. ഗൈസ്, നമ്മൾ വിചാരിച്ചത് വലിയ ഹാളായിരുന്നു. ഇതൊരു ചെറിയ സ്റ്റേജാണ്. ഇവിടെ നമ്മൾ എങ്ങനെ കളിക്കാൻ നോക്കാം. അവിടെ ഫോട്ടോയ്ക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ അതോടെ ഫോട്ടോ എടുക്കുവാണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റാമ്പ് വാക്കാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അലനൊക്കെ പാടുന്ന കാണാം. നമ്മളുടെ ഡാൻസ് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. സെക്കൻഡ് നമ്മുടെ ഡാൻസ് ആണ്. ആൻഡ് വി ആർ റിയലി എക്സൈറ്റഡ്. ഞാനും അഞ്ജന ആദ്യമായിട്ടുള്ള ഒരു ഡുവോ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ലൈക്ക് ദ സ്റ്റാർട്ടിങ് ഓഫ് അവർ പ്രോഗ്രാം. ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരാം. നമ്മൾ അഞ്ജലന്റെ ഫോണ് കട്ടെടുത്തിട്ട് നമ്മളതിൽ വീഡിയോ എടുക്കുകയാണ്. ഡാൻസ് ഉണ്ട്. ഓള് ഡാൻസ് ആണ് ആദ്യം ഉള്ളത്. അപ്പോൾ നമ്മൾ വേണത് വീഡിയോ എടുക്കാൻ. അതെ, നമ്മളെ ക്യാമറ മുന്നിൽ കൊണ്ട് നമ്മൾ പോയി കരയും. ഭയങ്കര ടെൻഷനിലാണ്. പാട്ട് എന്താ? ഇത് ഡാൻസിന്റെ ടെൻഷൻ. യെസ്, നല്ല ടെൻഷൻ ഉണ്ട്. ഇത് പാട്ടിന്റെ ടെൻഷൻ. നമുക്ക് രണ്ടാൾക്കും ടെൻഷനില്ല. ഇത് ഫുഡിന്റെ ടെൻഷൻ. ഇതും ഫുഡിന്റെ ടെൻഷൻ. ഓക്കെ, ബൈ. ഫസ്റ്റ് തന്നെ എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കൂടെയുള്ള ഒരു ഡാൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അതൊന്ന് മാറ്റിപ്പിച്ചിട്ട് ഫസ്റ്റ് ഒരു തെലുങ്ക് ടീംസിനെ കയറ്റി. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു. ഇതെന്താണ് ആദ്യം കൊണ്ട് വെക്കാനെന്ന് പറഞ്ഞാൽ, അന്ന് ഗസ്റ്റ് വരുന്നതുകൊണ്ട് അത് ഒരു എൻട്രി ഡാൻസ് ആയിട്ട് വെക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ ഗസ്റ്റ് വരാൻ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് മാറ്റി വെക്കാനും പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഡാൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സോങ് വന്നിട്ട് ഉന്നെ കാണാതെ ആ വിശ്വരൂപത്തിലെ സോങ് ആണ്. എന്താ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഇടാത്തതെന്ന് വെച്ചാൽ ഏതിനാണ് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുൾ ആളായി. നമ്മളുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. ഇനി 3 പെൻഡിങ് ഉണ്ട്. അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഒരു 2-3 ഡാൻസ് കഴിഞ്ഞ ഉടനെ നമുക്ക് റാമ്പ് വാക്ക് ഉണ്ടായിരുന്നു. റാമ്പ് വാക്കിന് എൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ വീഡിയോസ് എടുത്ത് തന്നതല്ല എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് എനിക്കന്ന് ഫുള്ള് റഷായിരുന്നു. എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ്. നമ്മളങ്ങനെ ഗ്രൂപ്പ് ഡാൻസ്
ഈ ഗ്രൂപ്പ് ഡാൻസ് നമ്മളെല്ലാം മലയാളീസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെ പേര് തന്നവരെ എല്ലാവരെയും കൂടെ നമ്മൾ ചേർത്തിട്ട് പഠിപ്പിച്ചെടുത്ത് കളിപ്പിച്ചതാണ്. ഇതിന് നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു. തകിലുപ്പുകളും അതുപോലെ തന്നെ വേൽമുരുകയും അങ്ങനത്തെ പാട്ടുകളും, പിന്നെ തുടക്കം മറ്റേ പഞ്ചായത്തിലെ അങ്ങനത്തെ കുറച്ച് നല്ല ഹൈപ്പ് കയറുന്ന ടൈപ്പിലെ പാട്ടെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തമിഴ് ടീംസിൻ്റെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. കഴിച്ചപ്പോൾ നമ്മളുടെ ഡാൻസ് ഒരു ഡാൻസ് 2 ഡാൻസ് കഴിഞ്ഞു. എൻ്റെ 2 ഡാൻസ് പാട്ടും കഴിഞ്ഞു, ഡാൻസും കഴിഞ്ഞു. ഇനി നമുക്ക് ഗെയിം കളിക്കാം. ഈ ഗെയിമാണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റെ 2 ഡാൻസും കൂടെ മിച്ചമാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ അടിച്ച് DJ എല്ലാം കഴിഞ്ഞ് നമുക്ക് വരാം. ഹോസ്റ്റലിൽ പോവാം. ഇതായിരുന്നു എൻ്റെ 3rd ഡാൻസ്. എപ്പിക്ക സാധനമായിരുന്നു നാഗവല്ലിയിൽ ഞാൻ ആദ്യം സിംഗിളായിട്ട് ആ ഒരു നാഗവല്ലിയുടെ പോർഷൻസ് ഫുള്ള് കളിക്കുമായിരുന്നു. എന്നിട്ട് കറക്റ്റ് രാമനാഥൻ്റെ എൻട്രി ആകുമ്പോൾ അഞ്ജനനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാകുമ്പോൾ ആ വൈബ് നമുക്ക് അടിക്കും. എന്താ പറയുക, എൻ്റെ ആദ്യം മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ കളിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു സീക്വൻസിൽ അവളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ എൻട്രി പോർഷനിൽ ഫോൺ നേരെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ രീതിയിലായിരുന്നു വീഡിയോ എടുത്തത്. അതുകൊണ്ട് എനിക്കത് ലോങ് വീഡിയോയിൽ ആഡ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഞങ്ങളുടെ 2 പേരെയും കൂടിയിട്ടുള്ള നാഗവല്ലി വേഷൻ. നമ്മളുടെ ഒരു മുറ വന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ മാന്യന്മാർ പറയും അവന്മാർക്കും ഡാൻസ് കളിക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ അവന്മാരെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഡാൻസ് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളവിടെ കയറി കളിക്കാൻ പോകണം. എനിക്കറിയത്തില്ല, ഇങ്ങനെ പൊട്ടാവും, പക്ഷെ ഞങ്ങൾ ഒന്നും മൈൻഡ് ആക്കുന്നില്ല. ഞങ്ങൾ കയറി കളിക്കാൻ പോകണേ. ഇവനെയൊക്കെ നമ്മൾ കുറേ തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മണ്ടയിൽ ഫോം വെച്ചുകൊണ്ടിരിക്കണം. അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താവും ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോയി പക്കായിട്ട് കളിക്കാൻ പോകണം. പരിപാടി ഇത് കഴിഞ്ഞപ്പോഴാണ് നാഗവല്ലിനെ കൂട്ടായത്. കണ്ടില്ലേ? നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്കിനി ഫുഡ് തുറക്കാൻ പോകണം. ഇപ്പം അവിടെ എന്തോ ഒരു എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് പറയുവാണ്. അത് കഴിഞ്ഞാൽ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. എൻ്റെ ഫോണിൻ്റെ അവസ്ഥ ഇതായി, ചാർജറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ എവിടെയെങ്കിലും ഫുഡിങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മളിങ്ങനെ മണത്തിലിങ്ങനെ വിശന്നിങ്ങനെ വരുവാ. നമ്മളുടെ ഫുഡ് എത്തി. പറയൂ ഫുഡിനെ പറ്റി. വെരി ടേസ്റ്റി, പക്ഷേ ചിക്കനൊന്നുമില്ല ഗൈസ്. കറിയും ചിക്കൻ കിട്ടി. സ്പ്രൈറ്റ് ഗൈസ് നമ്മളങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കയ്യെല്ലാം കഴിയിട്ട് പാർട്ടിക്ക് പോവാം. ഗൈസ് നമ്മളിനി എവിടെ പോണു? സന ഈസ് ദ അംബാസിഡർ മോഡൽ ഓഫ് കരിയർ കെയർ. എല്ലാ കരിയർ കെയറിന്റെ വീഡിയോയിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മോന്ത കണ്ടല്ലോ. അപ്പൊ വിചാരിച്ചാൽ ദിസ് ഇസ് സന. സന ഈസ് മന്ദബുദ്ധി. സോറി, സന ഈസ് ആക്ച്വലി ബുദ്ധിമതി. പക്ഷെ അത് പുറത്ത് കാണിക്കാറില്ല, അത് മാത്രം എടുക്കാറില്ല. അതിന്റെ പരിപാടി ആക്ച്വലി ഗൈസ് സൂപ്പർ ആയിരുന്നു. ശരിക്കും നമ്മളാണ് ഈ പരിപാടി തൂക്കിയത്. ശരിയാ, നമ്മളാണ് തൂക്കിയത്. നമ്മുടെ ലിസ്റ്റ് കണ്ട ഫുള്ള് കരിയർ കെയറിന്റെ സ്റ്റുഡൻസ് മാത്രമായിരുന്നു. അതേ ഉള്ളൂ, വേറെ ഉച്ച മല്ലൂസ് പരിപാടിയായിരുന്നു. നമ്മൾ അഞ്ജന, നേഹ, ഭരത്, സന, ഇത് മാത്രമേ ഉള്ളൂ ആക്ച്വലി പരിപാടിയാണ്. അത്ര ഉള്ളൂ. നമ്മൾ അങ്ങനെ സൂപ്പറാണ്.
ഗൈസ് നമ്മളുടെ DJ ഓണായി വന്നപ്പോൾ തന്നെ അവർ നിർത്തി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ രണ്ട് പാട്ട് അവർ DJ ഇട്ടു. പറയൂ DJനെ പറ്റിയിട്ട് 2 വാക്ക് പറയും. വലിയ കുഴപ്പമില്ല, എനിക്ക് പാട്ടിട്ട് കളിച്ച് വരുമ്പോഴേക്കും ഒരു ബംഗാളി പാട്ട് വെച്ചാൽ മാതിരിത്തെ വേടല പാട്ടൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ ബംഗാളി പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഭഗവാൻ. അപ്പം DJയിലൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്മളിനി നേരെ യാണ്ടക്സ് പിടിക്കുക നേരെ ഹോസ്റ്റലിൽ പോവുക. DJ ഒന്നും ഒരു ഗുമ്മില്ലായിരുന്നു, എന്നാൽ ഒരു ഗുമ്മായി വന്നപ്പോൾ ഒരു പാട്ട് ഓഫ് ചെയ്ത് തുടങ്ങി. പാട്ട് മാറ്റിങ്ങോട്ട് ഒരു പാട്ടിന്റെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം മാറ്റും. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? ഒരു രസമില്ലായിരുന്നു. ഒന്ന് ഓണായി വന്നത് പോയി, എല്ലാം പോയി. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഐ ആം സൈനിങ് ഓഫ്. നമ്മളങ്ങനെ ഫ്രഷേഴ്സിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോവാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഫ്രഷേഴ്സ്. അപ്പോൾ ഇനി എങ്ങനെ നിൽക്കുന്നില്ല, തലയ്ക്കാണ് ഇങ്ങനെ പൊട്ടി പൊളക്കുവാണ്. നമ്മളിവിടുന്ന് നേരെ ക്യാബ് പിടിച്ചിട്ട് നേരെ ഹോസ്റ്റലിൽ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.